ഗ്രീക്ക് യോഗട്ട് ഈ പേര് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇന്ന് അതാണ് നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതാണ് നമ്മളിന്ന് അടുത്തറിയാൻ പോകുന്ന ഗ്രീക്ക് യോഗട്ട്. പേര് കേട്ട് പലർക്കും നല്ല സുപരിചിതമായ ഒരു പ്രോഡക്റ്റാണ് ഗ്രീക്ക് യോഗട്ട്. ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. ഇതിന് സാധാരണ തൈരിൽ നിന്നും എന്ത് വ്യത്യാസമാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സത്യത്തിൽ ഇതിൻ്റെ കട്ടിയും രുചിയും പോഷക ഗുണങ്ങളുമെല്ലാം സാധാരണ തൈരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. പക്ഷേ നമുക്ക് ഈ പാക്കറ്റിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ഇത് എങ്ങനെയാണെന്നറിയാൻ നമുക്ക് സാധിക്കത്തില്ല. നമുക്കിതൊന്ന് തുറന്നു നോക്കി ഇതിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ തൈര് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. നല്ല ക്രീമിയും അല്പം കട്ടിയിലും ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ഗ്രീക്ക് യോഗട്ടിനുള്ളത്. ഇതൊരു സ്പൂണ് കൊണ്ട് കോരിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റ് തൈരിൽ നിന്നും ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാകും. ഈ ഗ്രീക്ക് യോഗട്ട് ഇത്രയധികം ആളുകൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. വേറെയൊന്നുമല്ല, ഇതിലടങ്ങിയിരിക്കുന്ന പോഷക ഗുണങ്ങൾ തന്നെയാണ്. സാധാരണ തൈരിനെ അപേക്ഷിച്ച് ഇതിൽ പ്രോട്ടീൻ കൂടുതലായതിനാൽ കൂടുതൽ നേരം വയറ് നിറഞ്ഞ ഒരു അനുഭവം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്നവരും ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. കൂടാതെ കുടലിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പ്രോബയോട്ടിക്സും ഇതിലുണ്ട്. കട്ടിയുള്ള ക്രീമി ടെക്സ്ചർ കാരണം പഴത്തിനോടൊപ്പമോ നട്ട്സിനോടൊപ്പമോ തേൻ ചേർത്ത് കഴിച്ചാലും വളരെ രുചികരമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യവും രുചിയും ഒരുമിച്ച് നൽകുന്ന ഒരു മികച്ച ഭക്ഷണമാണ് ഗ്രീക്ക് യോഗട്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും ഗ്രീക്ക് യോഗട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകില്ലേ. ഇനിയൊരു വീഡിയോയുമായി കാണാം.